നായരീഴവന്മാരെ ആരുമല്ല പ്രത്യേകിച്ച്. എല്ലാം തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ കയറുക എന്നുള്ള ദുരുദ്ദേശമുള്ളൂ. എന്തിനായി കേരളത്തിൽ SC വേറെ മെഡിക്കൽ കോളേജ് എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായിട്ടോ എന്തിനാന്ന്? നായരീഴവ എൻ്റെ കണക്കിൽ 75 പേരിൽ 3 എഞ്ചിനീയർമാരുണ്ട്. അത്രേ ഉള്ളൂ. 75 പേരിൽ. അത് ഒരു ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്. അതാണ് അവരുടെ കണക്ക്. ഡോക്ടറാവാൻ പറ്റിയിട്ടില്ല അവർക്ക്. അപ്പോൾ എന്തിന് SC വേറെ? അവർക്ക് സാധാരണ പോലെ പോലും ഇത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ പോലെ ജീവിച്ചാൽ മതി. നായരീഴവന്മാർ BA പഠിച്ചു കഴിയാത്ത ഒരുപാട് നായന്മാരെ, ഒരുപാട് തോറ്റവരെ അറിയാം. വിഷയമുണ്ടോ? അതുകൊണ്ട് SC കേരളത്തിൻ്റെ ചില പ്രത്യേക ഇത് പറഞ്ഞുകൊണ്ട് ജയിലിൽ പോകുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. ഇത് കുറേ നാളായി ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. SC കോളേജ് പ്രത്യേകിച്ചില്ല. എല്ലാവർക്കും ഒരേ കോളേജിനുള്ളൂ. മെഡിക്കൽ കോളേജ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലെടുക്കും. അത്ര തന്നെ. അതായത് അവർ ഇല്ലാത്ത കോളേജാണ്. അത്രയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കത് തോന്നുന്നു. നായരീഴവന്മാർ ഡോക്ടറേക്ക് ആൾക്കാരെ കൊല്ലാൻ പറ്റില്ല ഇവിടെ. ഇത് പഴയ കാലം തൊട്ട് തന്നെ, കൃഷ്ണമോഹൻ്റെ കാലം തൊട്ട് തന്നെ ചൈനയുമായിട്ട് യുദ്ധം ഇല്ലാതെ തയ്യാറാവാതിരുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില നോർത്ത് ഇന്ത്യക്കാർ. ഇയാൾ അങ്ങനെ ചില അനാവശ്യ വൃത്തികെട്ട തരത്തിലുള്ള ഉച്ച സംസ്കാരം മാത്രമുള്ള അവർക്ക് എപ്പോഴും തമ്പുരാൻ്റെ വീട്ടിൽ തമ്പുരാൻ്റെ ഭാര്യ അത്ര അതിലേ കയറുന്നു. അങ്ങനെ സബ് ക്ലാസ് ആണത്. ഒരുപാട് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി എടുത്താൽ പറയുന്നത് ജോർജ് അയ്യൂർ വാളകമരങ്ങാട്ട് സ്വദേശി ആയിരുന്നു. കുതാർദിനെ കുറിച്ചും ശുംഗ്ലി സമുദായത്തിലുള്ള കുതാർദ്, അതാണ് ജോൺ ഡു കുതാർ. അയാളെ കുറിച്ച് പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിൽപ്പെട്ട പെന്റിക്കോസ്റ്റ് വിഭാഗം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇല്ലായിരുന്നു. എന്തായാലും ശുംഗ്ലിയാണ് അദ്ദേഹം. പെന്റിക്കോസ്റ്റുകാരെ പോലെ ഉള്ളൊരു സംവിധായകനാണ് ജോൺ ഡു കുതാർ. അയാളെ കുറിച്ച് അകമ്പൻ എഴുതിയും ബാജി എഴുതിയും പിന്നെ ജാക്ക് എഴുതിയും മരി ജോസിയ മൊൻസ എഴുതിയതും ആയിട്ടുള്ള പുസ്തകങ്ങൾ 2 പുസ്തകം, 2 വോളിയം വാങ്ങിച്ചു. ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും കിട്ടും. കോൾട്ടസ് ബെർണാഡ് മേരി കോൾട്ടസിനെ കുറിച്ച് പത്രീശ്വറു പത്രീശ്വരായിട്ടുള്ള ഇൻ്റർവ്യൂ, അദ്ദേഹത്തിൻ്റെമായിട്ടുള്ള ഇൻ്റർവ്യൂ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും അദ്ദേഹം നാടകത്തെക്കുറിച്ചുള്ള പഠനം, കോൾട്ടസിനെ കുറിച്ചുള്ള പഠനം അതിനകത്തുണ്ട്. ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും ഉണ്ട്. പേര് ജോർജ് ഗുണ്ടൻ്റെ കാലത്തുള്ള നിഘണ്ടു തൊട്ട് ജോർജ് അയ്യൂരുണ്ട്. EYEROR. അതാണ് ജോർജ് അയ്യൂർ സ്പെല്ലിംഗ്. അയ്യൂരിൻ്റെ കുടുംബ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക, ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. എത്ര തന്നെ പേജ് 75 കൊണ്ടെടുത്ത് കൊണ്ടുപോല് അവിടെ പഴയ കുടുംബം അതെന്തോ ആയിട്ട് അതിനെ കൊണ്ട് നെക്ഡോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ഗൂഗിളിൽ നോക്കുക, സെർച്ച് ചെയ്യുക, അവിടെ ചേർത്തി ആമസോണിൽ ഫ്ലിപ്കാർട്ടിലും കിട്ടും ഈ പുസ്തകം. അത്ര തന്നെ വായിക്കുക, വായിക്കുക, എങ്ങനെ ചെയ്യുക, അഭിപ്രായങ്ങൾ ബ്ലോഗുകൾ വഴിയോ മറ്റു വഴിയോ കൊടുക്കുക. ഈ പുസ്തകം വേറെ എങ്കിലും അവൈലബിൾ അല്ല. അതിനെ കമ്പയർ ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ജോർജാണ്. അതായത് പറയുന്ന ആൾ തന്നെ സ്വന്തം രചനയും സ്വന്തം നാടകവും കോൾട്ടസിൻ്റെ പുസ്തകത്തിലുണ്ട്, അവിടെ ചേർത്തി.